ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ. See you soon. See you soon. See you soon. See you soon. Bye. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വട എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള വെയിറ്റാണ് പറയണത്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക, അതുപോലെ വെയിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ പല വീഡിയോസിലും ചെമ്മീൻ ക്ലീൻ ചെയ്യണത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ളൊരു ഇഞ്ചി, ഒരുപാട് വലുതൊന്നും വേണ്ട. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നമുക്ക് മുറിച്ച് വെക്കാം. ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരുപാട് നമ്മളിതൊരിക്കലും അരച്ചെടുക്കരുത്. ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചതച്ചെടുക്കുക. കാരണം ചെറിയുള്ളിക്ക് ഒരുപാട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ വട കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലപോലെ തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരണം, അത്ര തന്നെ മതി. മിക്സിയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഈ സെയിം മിക്സിയുടെ ജാറിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെമ്മീനിൽ തീരെ വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി ഈ ചെമ്മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും കൂടിപ്പോയരുത്, പിന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം അളവിലാണ് മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. അത്യാവശ്യം എരിവുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും ചെമ്മീൻ വട. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ തന്നെയാണ് കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം അരഞ്ഞു വരണം. ആ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കട്ടെ. ഈ ഒരു രീതിയിൽ തന്നെ മതി, പക്ഷേ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കുക, അതായിരിക്കും നല്ലത്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ആ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതില്ലേ, ആ ഒരു മിക്സ് അതിലേക്ക് ഇപ്പോൾ അരച്ച ആ ഒരു ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈവച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഈ ചെമ്മീനിലേക്ക് ഈ ഉള്ളി എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഓവറായിട്ട് അരിഞ്ഞു പോകാതിരുന്നാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ മിക്സായിട്ടൊന്ന് വന്നോട്ടെ. ഇതിലേക്ക് നമ്മൾ വേറെ കോൺഫ്ലോറോ അല്ലെങ്കിൽ കടലമാവോ അരിപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ വടയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് പോവും. ചെമ്മീൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു വടയിൽ ശരിക്കും പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ ഞാൻ നന്നായിട്ട് എണ്ണയൊന്ന് തടവി എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല, ഒട്ടിപ്പിടിക്കും. കാരണം ഇതൊരു ലൂസായിട്ടുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത്, ഒരുപാട് ഹാർഡായിട്ടുള്ള രീതിയിലല്ല. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ പോലെ ഇതുപോലെ എല്ലാവരുടെയും ഒരേ തിക്നെസ്സോട് കൂടി ഷേപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വടയൊക്കെ തയ്യാറാക്കണ പോലെ, അതായത് പരിപ്പ് വടയൊക്കെ തയ്യാറാക്കണ പോലെ ഇതിൻ്റെ അരികുവശങ്ങൾ കനം കുറച്ചിട്ട് നടുഭാഗം തിക്നെസ്സോട് കൂടി അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാനൊരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിൽ വട വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ സ്ഥിരമായിട്ട് വീട്ടിൽ തയ്യാറാക്കണ ഒരു ഐറ്റം തന്നെയാണ് ഇത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് കാരണം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഈ വട നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ചെറുതാണ് എപ്പോഴും നല്ലത്. ചെറിയ വടയാകുമ്പോഴാണ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഒരുപാട് വലിയ സൈസിലാവുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് വരാനും ഒക്കെ ചെറുത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിലെ എണ്ണ ഒരു ഇത് പോയി കഴിയുമ്പോൾ വീണ്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, വെള്ളമൊന്നും കൂടിയൊന്നും വന്നിട്ടില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ.
ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം, അതിനുശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. കണ്ടില്ലേ, ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുക്കുകയാണ്. ഇതിലേക്ക് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഏറ്റവും നന്നായിട്ട് വരിക, നല്ലൊരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും വേറെ ഏത് ഓയിലുകൾ ഉപയോഗിക്കണേക്കാളും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ വടിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഷാലോ ഫ്രൈ ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ്, അതായത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിത് പ്ലേറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് ഷേപ്പ്ലെസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ പറയുക, ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം ഈ ഒരു ഷേപ്പിൽ തന്നെയായിരിക്കും വരിക. ടേസ്റ്റ് പക്ഷേ ഇതായിരിക്കും നല്ല സൂപ്പറായിട്ട് വരിക, നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും ചെമ്മീൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ വട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാം. ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വട തന്നെയായിരിക്കും. നല്ലൊരു നാടൻ രുചിയിലുള്ള ഒരു ചെമ്മീൻ വട തന്നെയാണിത്. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ചെമ്മീൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ തന്നെ ഉപയോഗിക്കുക. ഫ്രോസൺ ചെമ്മീനൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊന്നും ഒരിക്കലും കിട്ടില്ല. ഈ ഒരു ചെമ്മീൻ വട എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത സമയത്ത് ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരിക ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. പിന്നെ ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഫ്രൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിലും കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിലും. ചെമ്മീൻ ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാലും അതുപോലെ കുക്കായിട്ട് കഴിഞ്ഞാലും അത് റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ അത്ര നല്ല ടേസ്റ്റി ആയിട്ടൊന്നും വരില്ല. പക്ഷേ നന്നായിട്ട് കുക്കായിട്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താമെന്ന് മാത്രം. ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോരി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് പോവും. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ പിടിക്കില്ല. ഇനി നമുക്കിതെല്ലാം കോരിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്കോ നമുക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ വട തന്നെയാണിത്. അപ്പോൾ നാടൻ ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് തന്നെയല്ലേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഡീപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും, ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. അപ്പോൾ തിരക്കണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ടേസ്റ്റ് വൈസും കുറച്ചും കൂടി നന്നായിട്ട് വരിക നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ പല ചെമ്മീൻ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ അച്ചാറ്, ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ ചെമ്മീൻ കറി പല ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ്, അങ്ങനെ. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വട ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം, എല്ലാം കോരി മാറ്റാം. അപ്പോൾ ഇതിനേക്കാളും ചെറിയ സൈസായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് വരും. ഇതിപ്പോൾ ഞാനൊരു മീഡിയം സൈസായിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതാക്കി എടുക്കണ്ട, അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വരില്ല. ചെറിയ നന്നായിട്ട് മൊരിഞ്ഞ ചെമ്മീൻ വടകളായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാം നമുക്കൊന്ന് സ്ട്രെയിനറിലേക്ക് കോരി മാറ്റുക. അതുപോലെ കഴിക്കുമ്പോഴും ചൂടോടുകൂടി തന്നെ കഴിക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല, ടൊമാറ്റോ കെച്ചപ്പോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല, തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല നാടൻ രീതിയിലുള്ള ചെമ്മീൻ വട നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. പുറം ഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിട്ട്, അതായത് ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ളൊരു വടയൊന്നും ആയിരിക്കില്ല ഇതെന്ന് പറയുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഫുഡ് വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.